അപ്പൊ നമ്മള് ബാംഗ്ലൂർ കളത്തിൽ ഇറങ്ങി. അതാണ് നമ്മൾ വന്ന ട്രെയിൻ സ്ലീപ്പർ. ഇതാണ് നമ്മളതാ ഓട്ടോ റാപ്പിഡ് ഭയങ്കര സീരിയസ്. നമ്മള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ എത്തി. നമ്മള് പള്ളി വയ്ക്കാണ് കാപ്പ് കുടിക്കാൻ പോകാൻ വേണ്ടി നമ്മൾ റൂമെടുത്ത്. അപ്പോൾ പള്ളി വെച്ചിട്ട് വരാം. ഓക്കെ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ലെമൺ റൈസ്, ചമ്മന്തി, പിന്നെന്താ ബോയിൽഡ് എഗ്. ഓക്കെ, നമുക്ക് പോയി കഴിക്കാം. കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മള് ഫ്ലവർ ഷോ അല്ലേ കാണാൻ പോണം. ഫ്ലവർ ഷോ അല്ലേ? അപ്പൊ നമ്മള് ഫ്ലവർ ഷോ കാണാൻ പോവുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് പിന്നെ കാണാം. ഓക്കെ, ഇതുവരെയായിട്ടും സ്ഥലത്തെത്തിയില്ല. നല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ നല്ല ഇതുവരെയായിട്ട് എത്തിയില്ല. ഓരോ ബ്ലോക്കിലും നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മള് ഫ്ലവർ ഷോ എത്തി. ഫ്ലവർ ഷോയുടെ അവിടെ എത്തി. ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലവർ ഷോ ഓഗസ്റ്റ് 7 to 18. നല്ല അത്യാവശ്യം നല്ല മഴയുണ്ട്. മഴയത്ത് നമ്മളിതാ കുറുക്കുറയെല്ലാം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിറക്കിയാണ് ഗൈസ്. ടിക്കറ്റൊക്കെ എടുത്ത് ഇതാ എൻട്രൻസിലോട്ട് കടന്നിരിക്കുകയാണ്. മൊത്തവും ഉണ്ട് നടക്കാൻ ഗൈസ്. 8-9 ലെയർ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. അടിപൊളി. ഇതൊക്കെ നമ്മൾ മറ്റേ ആറ്റിന്റെ കരയിലൊക്കെ കാണില്ലേ? ഓ, അത് തന്നെ സെയിം സംഭവം. പിന്നെ ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നല്ല നല്ല മരങ്ങളുണ്ട്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് അറ്റം വരെ ഉണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അങ്ങ് അറ്റം വരെ ഉണ്ട്. ഒരാളെ പൂച്ചിരിപ്പുണ്ട്. ഇത് ആരെ പേര് നിനക്കറിയാവോ? അല്ലെ ആരെന്നൊരു പിടുത്തമില്ലല്ലോ. അങ്ങനെ ഇരിപ്പുണ്ട്. കൊള്ളാല്ലേ? അറിയുന്നവർ കമന്റ് ചെയ്യുക. നാള് ഗൈഡ് പറഞ്ഞത് ബ്രിട്ടീഷ് ഗവർണർ ആരോ ആണ്. ഡയറക്ടറായ ആരോ ആണ്, നമുക്കറിയില്ല. ഓക്കെ, എങ്ങനെ ആളുടെ ശിലയാണ്, സ്റ്റാച്ചു ആണ് ഇത്. ഓക്കെ, ഈ മരമാണ് ആഫ്രിക്കൻ ട്യൂലിപ്പ്. ഭീമാകാര മരം. ഒരു ബ്യൂട്ടിഫുൾ ഫൗണ്ടൻ അല്ലല്ലോ ഇത് ശരിക്കും പറഞ്ഞ. ഫൗണ്ടൻ രീതിയിലൊരിത് ഗാർഡൻ സെറ്റപ്പ്. മറ്റേ കോക്രോച്ചില്ല മറ്റേ അവന്മാര് എവിടെ കിടക്കണ അല്ലടാ. കോകയാന്ത് കോക്രോച്ചിലല്ല, അതിലുണ്ട്. നടന്ന് വേറൊരു സ്റ്റാച്ചു അവിടെ. അതാണ് സ്റ്റാച്ചു ഗൈസ്. അടിപൊളി പൂക്കൾ, അടിപൊളി സൂപ്പർ പൂക്കൾ. അതാ ഒരു ഫൗണ്ടൻ. ഇതാണ് ശരിക്കും പറഞ്ഞുള്ള ഫൗണ്ടൻ. കണ്ടില്ലേ? അടിപൊളി. അവിടെ പിള്ളേര് ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്.